ഇപ്പം ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ രാമപുരത്തെക്കുറിച്ച് എനിക്കറിയില്ല, അല്ലെങ്കിൽ രാമപുരത്ത് വാര്യരെക്കുറിച്ചേ അറിയുള്ളൂ. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അറിവുണ്ടല്ലോ, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ പോയിട്ടുണ്ട്, മഹാക്ഷേത്രങ്ങൾ. അതിങ്ങനെ അറിയാണ്ട് പോണതാണ്. ഓരോ സ്ഥലത്തും പോകുമ്പോൾ അതിൻ്റെ കഥ പഠിക്കും. ഇപ്പം കാമാഖ്യ, ഡോക്ടർ TPS ഒക്കെ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കഥ പറയണ്ടേ. ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഇപ്പോൾ വ്ളോഗ്സ് ഉണ്ടാക്കും. ആ വ്ളോഗ്സിൻ്റെയൊക്കെ അതിനൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, കഥകൾ പറയും, അത് പഠിക്കും, ഡോക്യുമെൻ്റ് ചെയ്യും. ഇപ്പോൾ കൊച്ചി എന്നുള്ള പേരെങ്ങനെയാണ് വന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ കൊച്ചിയിൽ വരുമ്പോൾ ഒട്ടനെ വായിക്കും കൊച്ചിയിലുള്ള പേരെങ്ങനെയാണ് വന്നത്. അതാണ് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ. പഠനമാണ് ഡിസ്കഷൻസ്. കൊച്ച് ആഴി, കൊച്ചി ആഴിയാണ് എന്തായി മാറിയത്? കൊച്ചിയായി മാറിയത്. എത്ര പേർക്ക് അറിയാം കൊച്ചിയിലുള്ള? പലർക്കും അറിയില്ല, എനിക്കും അറിയണ്ടായിരുന്നില്ല ഞാൻ കൊച്ചിയിലുണ്ടെങ്കിലും. പക്ഷെ ഓരോ പ്രാവശ്യം വരുമ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ അറിയുമ്പോഴേ അല്ലേ. ശങ്കരാചാര്യരുടെ നാടേതാ? മഹാമണ്ഡത്തര. അടി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കാലടി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കാൽപാദം. നടന്ന സ്ഥലമാണ്. ജനിച്ച സ്ഥലത്ത് നടക്കില്ലല്ലോ. അമ്മയുടെ ആത്തല്ലേ പ്രസവിക്കുക, അച്ഛൻ്റെ ആത്തല്ലേ നടക്കുക. അപ്പൊ പിറവത്താണ് ജനിച്ചത്, അതുകൊണ്ടാണ് പിറവം എന്നുള്ള പേര് വന്നത്. പിറന്ന നാടാണ് പിറവം. അതെടുത്തു, ഞാൻ പോയി, ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പോവാത്ത സ്ഥലങ്ങൾ കുറവാണ്. അവിടെ പോയി ശങ്കരാചാര്യ ജനിച്ച മുറിയിൽ പോയി അവിടെ ഇരുന്നു കുറേ സമയം. സ്വാമിജിയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, അവർ പറഞ്ഞു തന്നു കാര്യങ്ങളൊക്കെ. പിറവത്താണ് ജനിച്ചത്. കാലടിയാണ് പിന്നെ അച്ഛൻ്റെ വീട്. അച്ഛൻ മഹാദരിദ്രവാസിയായിരുന്നു. അപ്പൊ അച്ഛൻ്റെ വീട്ടിൽ എന്തായാലും ജനിക്കാൻ സാധ്യതയില്ല, കാരണം കേരള ട്രഡീഷൻ പ്രകാരം അമ്മയുടെ ആത്താണ് ജീവിക്കുക, ആണല്ലോ. അപ്പൊ പ്രസവിച്ചത് എവിടെയാ? പക്ഷെ അത് ഫേമസ് ആയി. കാലടിയാണ് അമ്മ ഉണ്ടായിരുന്നത്, അമ്മ മരിച്ച സ്ഥലം അതാണ്. അത് പിന്നെ ഫേമസ് ആയി, ഇതെല്ലാവരും മറന്നുപോയതുകൊണ്ടാണ്. അവിടെ ഒരു കടാവിളക്ക് തെളിയണുണ്ട് ഇപ്പം ആ മുറിയിൽ. അത് ചിന്മയസ്വാമി വെച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് കടാവിളക്കായിട്ടിരിക്കണം, ഇതാണ്. പക്ഷെ ആരും ഇപ്പം ഇന്റർനെറ്റ് നോക്കിയാൽ പോലും കാണില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ കേട്ടിട്ടുള്ളതൊന്നും കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. പഠിക്കണം, നമ്മൾ പോകണം, അറിയണം, ചോദിക്കണം. ഇതിനിടെ മൂകാംബിക പോയി. മൂകാംബിക ദേവി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും മൂകാംബിക ചാടിപ്പോവും. പോവില്ലയോ? ഒരാവശ്യമില്ല. മൂകാംബികാദേവി കേരളത്തിലുണ്ട്. ശങ്കരാചാര്യര് മൂകാംബികാദേവി ഞാൻ കേരളത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ സമയത്തുള്ളൊരു കഥ അറിയാലോ. അവിടെ വിട്ടിട്ട് വരാൻ അത്ര മണ്ടനാണോ ശങ്കരാചാര്യർ? അങ്ങനെ വിടുവോ? ഇത്രയും കഴിവുള്ള ശങ്കരാചാര്യരെ കുറിച്ച് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് എന്താ? ഒക്കെ പൊട്ട, അത്രയും പൊട്ട മനുഷ്യനാണോ അയാൾ? ഞാൻ വരില്ല എന്ന് ദേവി പറഞ്ഞു, എന്നാൽ ശരി നീ ഇവിടെ ഇരുന്നോളൂ എന്നിട്ട് തിരിച്ചു വരുമോ ശങ്കരാചാര്യർ? ആണോ? അങ്ങനെയാണോ നിങ്ങൾ ശങ്കരാചാര്യരെ കുറിച്ച് ധരിച്ചിരിക്കണേ? ശങ്കരാചാര്യ സമ്മതിച്ചിട്ടൊന്നുമില്ല, വന്നേ പറ്റൂന്ന് പറഞ്ഞു. എന്നാൽ ശരി ഞാൻ വരാം, നീ പോയിക്കോളൂ, ചോറ്റാനിക്കര വന്നിരുന്നോളാം ഞാൻ, രാവിലെ മുതൽ 11:30 വരെ. അപ്പോൾ 11:30 വരെ മൂകാംബിക ക്ഷേത്രം എവിടെയാ? ചോറ്റാനിക്കര. ആ സമയത്ത് മൂകാംബികയിൽ ആരായിരിക്കണേ? ചോറ്റാനിക്കര ദേവി. എന്നോട് ട്രാൻസ്ഫർ അടിച്ചു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ധരിച്ചു വരിക്കുന്ന പകുതി കഥയെ നമുക്കറിയുള്ളൂ, ഫുള്ള് അറിയില്ല. അവിടെയാ കുഴപ്പം. ഇപ്പൊ രണ്ട് ദേവിയെയും കാണാൻ ഒരു സ്ഥലത്ത് പോയാൽ മതി. അപ്പൊ ഞാൻ ഇപ്രാവശ്യം മൂകാംബിക ദേവി പോയ സമയത്ത് കൃത്യം 11:30 എഴുന്നള്ളിപ്പ് സമയത്താണ് എത്തിയത്. അപ്പൊ ഞാൻ ആരെ കണ്ടു? 11:30 വരുന്നത് ആരാ? മൂകാംബിക ദേവി. അവിടെ വരുന്ന സമയത്താണ് ഞാൻ കയറിയത്. അതിന് മുമ്പ് ഞാൻ ചോറ്റാനിക്കരയാ പോയത് ദേവി. മനസ്സിലായോ? ഉച്ചയ്ക്ക് ശേഷം ചോറ്റാനിക്കര പോയ ആരെ കാണാം? ചോറ്റാനിക്കര ദേവി കാണാം. രാവിലെ പോയ ആരെ കാണാം? മൂകാംബിക. ഈ അറിവ് പലർക്കും ഇല്ല, പൂജാരികൾക്ക് പോലും ഇല്ല. കൃത്യമായിട്ടുണ്ടാവണം. അറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. അതെന്തറിയണം? നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അവിടെ മുതൽ തുടങ്ങും. ഓരോ കറി ഉണ്ടാക്കുമ്പോൾ മക്കളോട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത് എന്ന് കൃത്യമായിട്ട് അറിയണം, ടേസ്റ്റ് അറിയണം. ഓക്കെ, അതാണ് വേണ്ടത്. കുക്കിംഗ് ഡോക്ടർ TPS കണ്ടോളൂ.